അപ്പോൾ ഈ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുന്നു. താങ്ക് യു സർ. ഈ ഇവന്റ് എത്രത്തോളം വെറൈറ്റി ആയി ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം വെറൈറ്റി ആയി ചെയ്യും സർ. ഷുവർ. അത്രയ്ക്കൊന്നും വേണ്ട, വൃത്തിയായിട്ട് ചെയ്താൽ മതി. കമ്പനിയുടെ പേര് കളയരുത്. ദാറ്റ്സ് ഓൾ. ഒരിക്കലും ഇല്ല സർ, നമ്മുടെ കമ്പനി ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വർക്ക് ആയിരിക്കും ഇത്. യെസ് ഇതോ? സാർ എന്തായാലും ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ, അപ്പൊ ഇത് ഏറ്റവും നന്നാക്കാന്നുള്ളതാ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഇത് നിങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണോ? അതെ Yes, സർ, sir. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റാ. Then do it. All the best. താങ്ക് യു സർ. ഉദരം കടകം ഒഴിവ്, കടകത്തിനൊഴിവ്, പിന്നെ ഞാൻ 4. ഇതെങ്ങനെയുണ്ട്? ഇതോ? ഇത് നോക്ക്. അടുത്ത നോക്കട്ടെ. ആ ഡിസൈൻ കൊള്ളാല്ലേ? കളി. ഇതോ? സൂപ്പർ സൂപ്പർ. എന്താ പരിപാടി? ഇവരെന്താ പരിപാടി? അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? ആ. എന്താ പരിപാടി? വർക്ക് ചെയ്യണു, കാണാൻ വയ്യേ? എന്ത് വർക്ക്? കുറെ നേരമായല്ലോ. ഞങ്ങൾക്കൊരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പണിയാ. ആഹാ. അപ്പൊ ഫസ്റ്റ് വർക്ക് കിട്ടിയല്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക് യു. അതെ, ഞങ്ങക്ക് മാത്രല്ല നിങ്ങൾക്കും ഉണ്ട് പണി. എന്ത് പണി? കമ്പനി ഞങ്ങളെ വിശ്വസിച്ചൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഞങ്ങളൊരു അവസരം തരും. അതെ, വി ആർ ഗോയിങ് ടു റോക്ക്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സാം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അഭി ഫോട്ടോ സെഷൻ നോക്കുന്നു. ഞാൻ ഫ്രീ. അല്ല, DIGക്ക് സ്പീച്ച് തയ്യാറാക്കാണ്ട്. എന്താ എല്ലാരും ഓക്കെ അല്ലേ? പ്രസംഗ മത്സരം. ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് നിങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? ടെൻഷൻ മുഴുവൻ ഞങ്ങളുടെയല്ലേ. എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എത്ര ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം, അല്ലേ ലക്കി? പിന്നല്ലാണ്ട്. ഓക്കെ, എനിവേസ് നിങ്ങളുടെ ഇവന്റ് നന്നാക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റാൻ ഞങ്ങൾ ചെയ്യാം. ഓക്കെ, എന്തായാലും സന്തോഷമായി. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഫസ്റ്റ് ഇവന്റ് കിട്ടി, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയല്ലോ. പക്ഷേ ഇതിന് ഞങ്ങളൊക്കെ തന്നെ മതിയോ? ഉറപ്പാണോ? എന്താ DIG അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസം. നമ്മളെല്ലാരും കൂടി ഇത് ചെയ്യുന്നു. ഓക്കെ, അതന്നെ. അല്ല, നിങ്ങൾ പേടിക്കണ്ട, സമാധാനപ്പെട്. അല്ല ഞാൻ ചോദിച്ചു, ഒരുപാട് ക്രൗഡൊക്കെ ഉണ്ടാവില്ലേ? അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ 5 പേര് മതിയോ? അതാ പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ടാന്ന്. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ പറ, എത്ര പേര്, എവിടെ വെച്ച്, എന്തൊക്കെ പരിപാടി? പറമീനു. ഓക്കെ. എത്ര സിമ്പിൾ ആക്കാൻ പറ്റണോ നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യണം. അത് നമ്മൾ എത്ര വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റണോ അത്ര വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യണം. സിമ്പിൾ പിന്നെ ഒരു ചെറിയ ലോൺ ഏരിയ ആണ് നമ്മുടെ വെന്യൂ. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. യെസ്, മിനിമം ഒരു 25 പേരെങ്കിലും കാണും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് വേണം ഹാൻഡിൽ ചെയ്യാൻ. മനസ്സിലായോ? ആരും പേടിക്കേണ്ട, ഞാൻ ഫുൾ പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ എന്താ പറ്റിയേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾ ഉണ്ടാവും അവിടെ, പിന്നെന്താ? സോറി. 25 പേരുള്ള ഫംഗ്ഷനാണ്, ഇത്രയും വലിയ ബിൽഡപ്പ്. കല്യാണം വല്ല വന്നിരുന്നെങ്കിൽ പോലീസിനെ ആംബുലൻസിനൊക്കെ വിളിച്ചാനെ. സ്കെച്ച് പ്ലാനിങ് കണ്ടപ്പോൾ എന്ത് വലിയ സംഭവമായിരിക്കുമെന്ന്. ഇതിന് ഇവന്റ് ഒന്നും വിളിക്കാൻ പാടില്ല. ഫാമിലി ഗെറ്റ് ടുഗദർ, ചെറിയ ഫംഗ്ഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ശരി. എടാ, കുറച്ച് ബലൂൺ, ഒരു കേക്ക്, 2 മെഴുതിരിയും, പിന്നെ 25 പേർക്കുള്ള ഫുഡ്. ഇത്രയും കൊണ്ട് സെറ്റിൽ ചെയ്യാവുന്ന പരിപാടിയല്ലേ ഉള്ളത്. ഇത്രയും പ്ലാനിങ് ഒക്കെ വേണോ? കുറച്ച് തമാശയായി പോയില്ലേ? ഇതുവരെ കമ്പനി ഞങ്ങൾക്കൊരു പ്രൊജക്ട് തന്നിട്ടില്ല. എത്ര ചെറിയ പ്രൊജക്റ്റ് ആയാലും ഞങ്ങൾക്ക് അത് ഭയങ്കര വലിയ പ്രൊജക്റ്റാ. അതിന് ഇത്ര കളിയാക്കി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ, സോറി ബാബ. സീരിയസ് ആയി. എടാ, ഇത്രയും വലിയ ഇവന്റ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തോ വലിയ പരിപാടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പാവം ഞങ്ങള്, പാവം ഞാനും അവനും ഇവനും. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. നിങ്ങളും മനഃപൂർവ്വം ഞങ്ങളെ വേണമെന്ന് വെച്ച് കളിയാക്കിയെന്നാ തോന്നിയത്. എടാ, സോറി മീനു, സോറി ലക്ഷ്മി. നിങ്ങൾ ഈ ചെറിയ ഇവന്റ് ഇത്രയും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന കണ്ടപ്പോ വല്ലാണ്ടങ്ങ് ചിരിച്ചുപോയി. സോറി. ഇങ്ങനെ കളിയാക്കിയ ശേഷം സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വിഷമം പോവോ? ശരിയാണ്. സോറി. മാത്രമല്ല, ഇത് നിങ്ങൾ അങ്ങനെ വിചാരിക്കണ പോലെ അത്ര ചെറിയ വർക്കൊന്നുമല്ല. ഇപ്പൊ ഈ ഭരണമൊന്നും കൂടാണ്ടേ പപ്പച്ചോം കൂടി ഉണ്ട്, അറിയോ? ശരിക്കും എന്തോ അയ്യോ, ഒന്നും പറയണ്ട. ഓക്കെ
വാട്ട്സ് യുവർ നെയിം? അങ്കിളിന്റെ പേര് പറഞ്ഞു കൊടുക്കും മോളെ. റിയ. ആഹാ, നല്ല പേരാണല്ലോ. അവിനാഷ് നോക്കിക്കോളില്ലേ, ഞാനൊന്ന് പുറത്തു പോയി ഓക്കെ വരാം. മാം, ഞങ്ങളപ്പോഴത്തേക്കും അടിച്ചു വിളിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അല്ലേ? റിയ നല്ല കുട്ടിയായിരിക്കണേ. ഓക്കെ ശരി അവിനാഷ്. മാം. ഫോട്ടോസ് എടുത്താലോ? ബാ. മോക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണോ? അങ്ങനെ ബോറാ ഇഷ്ടമല്ല. ഇങ്ങനെ തന്നെ. അത് മോളുടെ ഫോട്ടോ ചേട്ടൻ എടുത്തിട്ട് അത് കാണുമ്പോൾ മാറും. ഓക്കെ, ചേട്ടൻ അവിടെ പോയിട്ട് മോളുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ മോൾ ഈ ടെഡി ബിയർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അനങ്ങരുതിട്ടോ. അനങ്ങിയാലെന്താ? അനങ്ങിയ മോളുടെ ഫോട്ടോ ശരിയാവില്ല. ഇപ്പരെന്താ ഞാൻ ചീത്തയാണോ? എടാ കള്ള, നീ ഭയങ്കരയാണല്ലോ. ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരു വൈഫൈ തന്നെ. ഓഫ്, അയ്യോ. അനങ്ങില്ലേട്ടോ. സ്മാർട്ട് കുട്ടിയാണ്. 5 മിനിറ്റ് ശരിയാ. തിരിച്ചു പിടിച്ച് ലൈറ്റ് കുട്ടി അനങ്ങില്ലേട്ടോ. ഓക്കെ. അതെന്തത്? ചേട്ടൻ പറഞ്ഞില്ലേ എങ്ങനെ ഇരിക്കണ്ടേ? ഓക്കെ, നൈസ്. ഇതെന്താ ചേട്ടൻ എന്താ പറഞ്ഞേ? നല്ലൊരു ചിരി ഇരിക്കണം കേട്ടോ. നോക്കട്ടെ. ശരിക്കും പിടിക്കണം മണ്ടം. ഒന്ന് പിടിച്ചേ. എന്താ മോളെ? അമീനു, ആവി ഫംഗ്ഷനിലാ കൊച്ചിന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അവി ഫോട്ടോ മസ്റ്റാ. എടാ കൊച്ചിന്ന് ഇരിക്കണ്ടേ, എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല, ഭയങ്കര വെറുതെയാണ്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അവി നിനക്കൊരു ചെറിയ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല? എടാ എനിക്ക് ഈ പിള്ളേരായിട്ടൊന്നും ഹാൻഡിൽ ചെയ്ത് ഒരു പരിചയമില്ല സത്യമായിട്ട്. എന്നാ പിന്നെ അതൊരു ട്രെയിനിങ് ആവട്ടെ. ഓക്കെ. ഓഹോ, 2 അടി കൊടുക്കാവോ? അവി അവളൊരു കുഞ്ഞു കുട്ടിയല്ലേ, നീ എന്താ ഈ പറയണേ? നീ എന്തെങ്കിലും ഒരു നമ്പർ ഇട്. ഞാൻ ഒരു നമ്പർ ഇടുമ്പോൾ അവൾ 4 നമ്പർ വേറെ ഇടും. നീ ഒന്നും ഇങ്ങോട്ട് വരാവോ? ഒരു ഫോട്ടോ എടുത്തിട്ട് നീ പോയിക്കോ. അവി ഇംപോസിബിൾ, ഞാനിവിടെ ഫുൾ പണിയില്ല. നീ റിയയുടെ മമ്മിയോടൊന്ന് ചോദിക്കി ഹെൽപ്പ് ചെയ്യാൻ. എടാ അവരിപ്പോ പാർലറിലേക്ക് പോയി. അവരുണ്ടായിരുന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവര് പോയ ഉടനെ ഗംഗ നാഗവല്ലിയെ മാറി. അവി നീ നിന്റെ അമ്മോടൊന്ന് ചോദിച്ചു നോക്ക്, നീ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ എങ്ങനെയായിരുന്നു അവി? അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അവര് നമ്മളെയൊക്കെ നോക്കിയിരുന്നേ? എന്നാ നീ അത് എനിക്ക് പറഞ്ഞ, ഞാൻ നോക്കട്ടെ. നീ ഒരു ചെറിയ കുട്ടിയായിട്ട് ആലോചിച്ച് നോക്ക്, അപ്പൊ നിനക്ക് കിട്ടും അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഇതിലും ഭേദം വല്ല ടെററിസ്റ്റിനെ ഇന്റർവ്യൂ എടുക്കാൻ പോയാൽ മതിയായിരുന്നു. ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, നടത്തണം, അല്ലെങ്കിൽ പണി പാടുവേ. ശരി അങ്കിൾ ബാ കളിക്കാം. നമുക്ക് ഫോട്ടോ എടുത്ത് കളിക്കാൻ പോവാം. വാ.